ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ഓക്കെ, ഇപ്പോഴത്തെ അവരുടെ എനർജി എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസ്മേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസ്മേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? കറൻറ്റ് സിറ്റുവേഷൻ, കറൻറ്റ് എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? ടെൻ ഓഫ് വാൻഡ്സ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴവർ ഒരുപാട് ഭാരം ചുമക്കുന്നതായിട്ട്, ഒരുപാട് സ്ട്രെസ് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മേ ബി അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിലും, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. സോ അവർക്കിപ്പോൾ ഒരുപാട് സ്ട്രെസ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ ചുമലിൽ ഒരുപാട് ഭാരമുണ്ട്. അവർക്കത് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ട്, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ചിന്തകളായിട്ടാണെങ്കിലും അല്ലാതെ അവരുടെ സിറ്റുവേഷനായിട്ടാണെങ്കിലും അവർക്കത് സ്ട്രെസ്സാണ് വളരെയധികം. ഒരുപാട് ഭാരം താങ്ങുന്ന ഒരാളെയാണ് അവരുടെ കറൻറ്റ് എനർജിയിലുള്ള ഒരു പേഴ്സണെ, നിങ്ങളുടെ പേഴ്സണെ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, 6 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്തിനൊക്കെയോ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ കരിയർ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ജോബ് ബേസ് ചെയ്തൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അവർക്കത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴാണത് എത്തുക എന്നുള്ള രീതിയിൽ അവർ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കാർഡ് കാണിക്കുന്നത്, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ റീഡിംഗ് കാണുന്നവർ പലരും ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ നേരിടുന്നവരായിരിക്കും. കാരണം വേദനയോടെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു രണ്ട് വ്യക്തികളെ, നിങ്ങളുടെ എനർജിയും അവരുടെ എനർജിയും ഈ കാർഡിൽ കാണിക്കുന്നുണ്ട്. പെയിൻഫുൾ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഒരു സെപ്പറേഷൻ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് രണ്ടുപേരുടെയും താല്പര്യത്തോടു കൂടിയല്ല. ആ വ്യക്തിക്ക് ആ സിറ്റുവേഷൻ, എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ട ഒരു അവസ്ഥയും, അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ബന്ധം വേണ്ട അല്ലെങ്കിൽ അവർ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാം എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അവരുടെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ സിറ്റുവേഷൻ കൊണ്ട് അവർ സെപ്പറേറ്റഡ് ആയി നിങ്ങൾ തമ്മിൽ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതായത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണത്. സിറ്റുവേഷൻ കൊണ്ട് മാത്രം നിങ്ങളുടെ ബന്ധത്തിനെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നു, കറക്റ്റായിട്ട് പറയാണ്. ഓക്കെ, അവരുടെ എനർജിയിലും അവർ പെയിൻ ആയിട്ടുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. 3 ഓഫ് വാൻഡ്സ് എഗെയിൻ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്ന ഒരു വെയിറ്റിംഗ് എനർജി, എന്തിനൊക്കെയോ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയിൽ അവർ എന്തൊക്കെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അത് തന്നെയാണ് എനിക്ക് റിപ്പീറ്റും വന്നിട്ടുള്ളത്. കാത്തിരിക്കുന്ന ഒരു എനർജി. മേ ബി നിങ്ങൾ തമ്മിൽ കണ്ടിട്ടൊക്കെ കുറേ നാളായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടാകാം, ഒന്ന് സംസാരിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കാണാത്തവർ നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാം. നേരിട്ടൊരു കോൺവെർസേഷനോ അല്ലെങ്കിൽ നേരിട്ടൊന്ന് കാണുന്ന രീതിയിലൊന്നും വന്നിട്ടുണ്ടാവില്ലായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കരിയർ ബേസ് ചെയ്തും ജോബ് ബേസ് ചെയ്തും അവരെന്തൊക്കെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലും അവർ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ടെമ്പറൻസ് എന്ന കാർഡ് ഇവിടെ റിവേഴ്സ്ഡ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബാലൻസ് ഇല്ലായ്മയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഒരു ബാലൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഓക്കെ, ഓവർഫ്ലോഡ് ആണ് നിങ്ങളുടെ ബന്ധത്തിലെല്ലാം തന്നെ ഓവർഫ്ലോഡ് ആണ്. അതായത് സ്നേഹമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എല്ലാം തന്നെ ഓവറാണ്, അതായത് അമിതമാണ്. ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടാണ് നിങ്ങളായാലും അവരായാലും സ്നേഹബന്ധത്തെ കാണുന്നത്. മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കാം ഇവിടെ കൂടുതൽ ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളായിരിക്കാം ഓവറായിട്ട് കൊടുക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ ചേസിങ് എനർജി പറയാം, നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചേസ് ചെയ്ത് പോകുന്നുണ്ടാകാം. അവരെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യുക, അവരോട് മാപ്പ് പറയുക, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിൽക്കാന്നുള്ള ഒരു പ്രോമിസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് അമിതമാണ്, അത് ഓവറാണ് എന്നുള്ളൊരു ഓർമ്മിപ്പിക്കുന്ന ഒരു ഗൈഡൻസ് തരുന്ന ഒരു കാർഡാണത്. യൂണിവേഴ്സ് ഗൈഡൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ എടുക്കാം. അതായത് അങ്ങനെ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിർത്തുക. നിങ്ങളുടെ ഇടയിൽ ഒരു ബാലൻസ് ഇല്ലായ്മ കൊണ്ടുവരുന്നത് ഈ തരം ക്യാരക്ടറാണ്. ഓക്കെ, ഈ ഒരു സ്വഭാവം. ഓക്കെ, അതായത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് വേണം പറയണമെങ്കിൽ. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, ചിലരെങ്കിലും അവനവനെ മറന്നു പോവുക, അതായത് അവരുടെ ആത്മാവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി. നിങ്ങൾക്ക് നിങ്ങളില്ലാതെ എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുക, അവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് എങ്ങനെയായാലും ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു രീതിയാണത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ലായ്മ കൊണ്ടുവരുന്നത് ഈ ഒരു സ്വഭാവമാണ്. അതൊരു യൂണിവേഴ്സ് ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, ഫൈനലി ഒറ്റ കാർഡും കൂടി എടുക്കാം. വൺ മോർ കാർഡ്. ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫൈനലി ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ ഉറപ്പായിട്ടൊരു റിയൂണിയൻ കാർഡാണിത്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ ഇവിടെ ഉണ്ടാകും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം തന്നെ ഒരു എൻഡിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ആ എൻഡിലേക്ക് എത്തിയതിന് ശേഷം ഇതൊരു റീബർത്ത്, ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡാണ്. അതായത് ഇപ്പോഴുള്ള നിങ്ങളെ പെയിൻ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കര അധികം ഇങ്ങനെയൊക്കെ എന്താ പറയുക, നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടമാകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാവുന്നതാണ്, ഒരു പുതിയ ജന്മം ഉണ്ടാവുന്നതാണ്. അത് രണ്ട് തരത്തിൽ പറയാൻ സാധിക്കും. ഒന്നെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ ആണ് കാണിക്കുന്നത്, ചിലരുടെയെങ്കിലും എനർജിയിലാണ് പറയുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ചിലരുടെ എനർജിയിൽ ഇതൊരു റീബർത്ത് ആയിട്ട്, ഒരു റിയൂണിയൻ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ചിലരുടെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു ജീവനാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ ഇത്രയും നാളും ഒരു സ്റ്റക്കായിട്ടുള്ള എനർജിയിലായിരുന്നു ഉണ്ടായിരുന്നിട്ടുള്ളത്. അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ ഒന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അവർ റീബർത്ത് അവർക്ക് സംഭവിക്കുന്നു. അവർ ആ കാര്യങ്ങളെല്ലാം തന്നെ ഒതുക്കി വെച്ചിട്ട് അവരൊരു റീബർത്ത്, ഒരു പുതിയ ഒരു മനുഷ്യനാകാൻ പോകുന്നു. ഓക്കെ, അതിൽ നിന്നും അർത്ഥമാക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു റിയൂണിയൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഓക്കെ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും ചിലർക്കെങ്കിലും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാകും. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലുള്ള റിയൂണിയൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലൂടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. രണ്ട് കാർഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഓവർഫ്ലോ ആയിട്ടുള്ള ആ ഒരു എനർജിയാണ്. അതായത് സ്നേഹമാണെങ്കിലും നിങ്ങൾ ചേസ് ചെയ്യുന്നതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഓവറായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരണം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രം നിങ്ങൾ ഗൈഡൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.